മദ്യത്തിനുൾപ്പെടെ നികുതി കൂട്ടുന്നതും കുറയ്ക്കുന്നതും സംബന്ധിച്ച് ധനമന്ത്രിക്ക് മാത്രമേ അറിയാൻ കഴിയൂവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അത് വകുപ്പ് മന്ത്രിയോട് പറഞ്ഞാൽ പോലും ബജറ്റ് ചോരുന്നതിന് തുല്യമാകും. UDFന്റെ മദ്യനയത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ബഡ്ജറ്റിലെ ടാക്സേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ആകെ അറിയുന്ന ധനകാര്യമന്ത്രിക്കും അതോടൊപ്പം മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കുമാണ്. ഇവിടെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി ഒരാളാണ്. അപ്പോൾ ടാക്സുകൾ കുറയ്ക്കുന്നതും കൂട്ടുന്നതുമൊക്കെ അത് രഹസ്യമാണ്. ബഡ്ജറ്റ് രഹസ്യമാണ്. അത് പുറത്തു പറഞ്ഞാൽ ബഡ്ജറ്റ് ലീക്കാണ്. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ ഇനിയും മാറ്റം വരുത്തണമെങ്കിൽ ചർച്ചകളുണ്ടല്ലോ. ചർച്ച ചെയ്ത് ബഡ്ജറ്റ് ചർച്ചാ വേളയിൽ ആളുകൾ ഉന്നയിക്കുന്നതനുസരിച്ച് അക്കാര്യത്തിൽ ഗവൺമെന്റ് തീരുമാനിക്കാം. സുനിൽ ഐസക് വിശദാംശങ്ങളുമായി. സുനിൽ, ഏറ്റവും ഒടുവിൽ എക്സൈസ് മന്ത്രി M. ലിജു മുഖ്യമന്ത്രിയുമായി ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരം പുറത്തു വന്നിരുന്നു. ആ കൂടിക്കാഴ്ചയും പൂർത്തിയായിരിക്കുന്നു. എക്സൈസ് കമ്മീഷണറെ ലിജു വിളിച്ചു വരുത്തുകയും ചെയ്തു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. ഈ കൂടിക്കാഴ്ചയുടെ ഔട്ട്കം, അതിന്റെ റിസൾട്ട് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതകൾ വരുന്നുണ്ടോ? എക്സൈസ് കമ്മീഷണറുടെ ഒടുക്കം വിളിച്ചു വരുത്തിയത് എന്തിനാണ്? ഇക്കാര്യത്തിൽ വലിയ അതൃപ്തി എക്സൈസ് മന്ത്രിക്കുണ്ടോ, ലിജുവിനുണ്ടോ? സൈഫുദ്ദീൻ, വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നതയുണ്ട്, ഭിന്നസ്വരമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് ഇന്നലെ മുതൽ തന്നെ നമുക്ക് അക്കാര്യത്തിൽ വളരെ കൃത്യമായ നമുക്കത് അക്കാര്യത്തിൽ ക്ഷമിക്കണം, ഇന്നലെ തന്നെ നമ്മളത് കണ്ടതാണ്. കാരണം വി എം സുധീരൻ ആണ് ഇന്നലെ ആദ്യം പരസ്യമായി ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയുന്നത്. അതായത് ഇത് സർക്കാരിൻ്റെ നയം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അത് കോൺഗ്രസിൻ്റെ നയമല്ല, UDFന്റെ നയമല്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ നയവുമായി, മദ്യം നയവുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് ഒരു തുറന്ന കത്ത് മുഖ്യമന്ത്രിക്ക് അയക്കുന്നു മുൻ KPCC അധ്യക്ഷൻ കൂടിയായ VM സുധീരൻ. അത് സുധീരൻ്റെ മാത്രം ഒറ്റപ്പെട്ട ഒരു സ്വരം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ തോതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് പുതിയ മദ്യനയത്തിൽ വലിയ തോതിൽ എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറച്ച് വിൽപ്പന നടത്താനുള്ള ബജറ്റ് തീരുമാനത്തെ അവർ അതിശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. ആ നിലപാടിലുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് അവരുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഇത് പൂർണ്ണമായും മന്ത്രിസഭയിലെ തന്നെ പൂർണ്ണമായും ആളുകൾ അറിയാതെയാണ് എന്ന പ്രചരണം തെറ്റാണ്. കാരണം ബജറ്റ് സ്വാഭാവികമായും മന്ത്രിസഭയിൽ കൂടി ചർച്ച ചെയ്തതിന് ശേഷമാണ് ആ ബജറ്റിലെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുക. എന്തായാലും VD സതീശനൊപ്പം മറ്റ് ചില ഭാഗങ്ങളിൽ നിന്നുകൂടി ഇതിൻ്റെ എതിർപ്പ് ശക്തമാകുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇന്നിപ്പോൾ KC വേണുഗോപാൽ ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. KC പറയുന്നത് വേണ്ടി വന്നാൽ ഇത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യും. ഈ നയത്തിൽ നിലപാടിൽ മാറ്റം വരുത്തേണ്ടി വരും. അക്കാര്യത്തിൽ വരുത്തേണ്ടി വരും എന്നല്ല, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മദ്യനയം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും. ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനെ സംബന്ധിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ, പാർട്ടി പ്രവർത്തകർക്ക് മുമ്പിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും തിരുത്തും. നയപരമായ കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്തു മാത്രമേ തീരുമാനമെടുക്കൂ എന്ന KC വേണുഗോപാലിന്റെ പ്രസ്താവന ഈ കാര്യത്തിലുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ അതൃപ്തിയുടെ കൃത്യമായ വ്യക്തമായ സൂചനയാണ്. രമേശ് ചെന്നിത്തല പക്ഷേ അത് അത്ര പരസ്യമായി ആ എതിർപ്പ് പുറത്തു പറയാൻ തയ്യാറായില്ല. അദ്ദേഹം ഒരു മന്ത്രിസഭയുടെ ഭാഗവും കൂടിയാണ്, അതുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അദ്ദേഹം പക്ഷേ പറഞ്ഞത് വേണ്ടി വന്നാൽ അക്കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വന്നാൽ മാറ്റം വരുത്തും, അങ്ങനത്തെ പിടിവാശികളൊന്നും സർക്കാരിനില്ല എന്ന് മാത്രമാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത്. അതിനിടയിലാണ് മറ്റ് ചില സംഭവ വികാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. എക്സൈസ് കമ്മീഷണറെ നിയമസഭയിലേക്ക് മന്ത്രി വിളിച്ചു വരുത്തുന്നു. മന്ത്രി എക്സൈസ് കമ്മീഷണറുമായി വിഷയം ചർച്ച ചെയ്യുന്നു. അതിനുശേഷം M. ലിജു മുഖ്യമന്ത്രിയെ കാണുന്നു. മുഖ്യമന്ത്രിയുടെ ഈ വലിയ തോതിൽ പുറമേ നിന്ന് വരുന്ന വലിയ സമ്മർദ്ദം, വലിയ പരാതികൾ, വലിയ വിവാദങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്തായാലും അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് ഈ വിഷയത്തിൽ എത്തിച്ചേരുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഈ വിഷയത്തിലും ഒരു യു-ടേൺ ഒരുപക്ഷെ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റന്നാൾ മന്ത്രിസഭാ യോഗമുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്നിപ്പോൾ ലീഗിൻ്റെ യോഗവും ചേരുന്നുണ്ട്. അത് PM ശ്രീ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം 7 മണിക്ക് ഇന്ന് ചേരുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയം കൂടി ചർച്ചയ്ക്ക് വരാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ എതിർപ്പുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനാണ് സാധ്യത സർക്കാർ എന്നാണ്
കരുതുന്നത്. അത്തരമൊരു നീക്കം നടക്കുന്നതിൻ്റെ സൂചനകൾ കൂടി പലയിടങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റ് ചില പ്രധാനപ്പെട്ട മന്ത്രിമാരുമൊക്കെയായി ഈ വിഷയം ഇന്ന് അനൗദ്യോഗികമായി വി.ഡി. സതീശൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ധനവകുപ്പും മുഖ്യമന്ത്രിയും ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മുഖ്യമന്ത്രിയുടെ ഡിസിഷൻ എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നതാണ് വേറൊരു പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് മന്ത്രിസഭയെ അറിഞ്ഞുകൊണ്ടാണ്, മന്ത്രിസഭയെ അറിയാതെ അല്ല ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്നാണ് മറ്റ് ചില മന്ത്രിമാരുമായിട്ട് സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും അതിനൊരു വലിയ എതിർപ്പുകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നിലപാടിൽ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. അത് വേണ്ടി വന്നാൽ പുനഃപരിശോധിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് ഇതിനൊപ്പം പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം ഇതിപ്പോൾ പാർട്ടിയിൽ നയപരമായ കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്യും, പാർട്ടിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്ന് കെ.സി. വേണുഗോപാൽ പറയുമ്പോഴും നേരത്തെ KPCCയുടെ യോഗത്തിലെടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് സർക്കാരും പാർട്ടിയും തമ്മിലുള്ള നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് ഒരു സമിതി രൂപീകരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുത്തിരുന്നു. പക്ഷേ KPCCക്ക് പക്ഷേ ഇപ്പോൾ നിലവിൽ നാഥനില്ലാത്ത അവസ്ഥ വന്നതോടുകൂടി അത്തരമൊരു സമിതി രൂപീകരിക്കാനോ പാർട്ടിക്ക് ഈ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്താനോ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. KPCC അധ്യക്ഷൻ മന്ത്രിസഭയുടെ ഭാഗമാണ്, 2 വർക്കിംഗ് പ്രസിഡന്റുമാർ മന്ത്രിസഭയുടെ ഭാഗമാണ്. പുതിയതായിട്ടുള്ള ആളുകൾ എത്തിയിട്ടില്ല, പുതിയ ആളുകളെ നിയമിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ KPCC എന്ന് പറയുന്ന സംവിധാനം തന്നെ ഇപ്പോൾ ഏതാണ്ട് നിഷ്ക്രിയമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അതും ഒരു വിഭാഗം വലിയ പ്രതിസന്ധിയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പൊതു ഇടത്തെ എതിർപ്പ്, പാർട്ടിക്കുള്ളിലെ എതിർപ്പ്, ക്രൈസ്തവ സഭകളടക്കമുള്ള സിറോ മലബാർ സഭയായാലും ഓർത്തഡോക്സ് സഭയായാലും ഒക്കെ വലിയ എതിർപ്പ് ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ആ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാവാൻ തന്നെയാണ് സാധ്യത.